ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതിയും ഇഡിക്ക് മുന്നിൽ ഹാജരായി. ഒന്നാം പ്രതി കെ.ഡി. പ്രതാപന്റെ ഭാര്യ ശ്രീനയാണ് ഹാജരായത്. ഒളിവിലായിരുന്ന പ്രതാപൻ രാവിലെ ഹാജരായിരുന്നു. എസ് ശരൺ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. ശരൺ, എപ്പോഴാണ് ഈ ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ പ്രതാപനും ഒപ്പം തന്നെ പ്രതാപന്റെ ഭാര്യയും ഹാജരായത്? കെ.ഡി. പ്രതാപൻ രാവിലെ തന്നെ ഇ.ഡി. ഓഫീസിൽ ഹാജരായിരുന്നതാണ്. ഇന്ന് രാവിലെ 11:30 കൂടിയാണ് അദ്ദേഹം ഹാജരായത്. അതിന് പിന്നാലെയാണ് ഉച്ചയ്ക്ക് ശേഷം 2:30-ക്കാണ് ഈ കെ.ഡി. പ്രതാപന്റെ ഭാര്യയായ ശ്രീനയും ഇ.ഡിക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഈ ഹൈറിച്ച് ഓഫീസുകളിലെ റെയ്ഡിന് തൊട്ടു മുൻപാണ് ഇരുവരും ഒളിവിൽ പോയിരുന്നത്. അതിനുശേഷം ഇ.ഡി. ഇരുവരെയും കണ്ടെത്താനായിട്ട് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ അവർ ഒളിവിൽ തുടരുകയായിരുന്നു. പിന്നീട് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുകയാണ് ചെയ്തിരുന്നത്. എറണാകുളത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയെ സമീപിച്ചത്. അപ്പോൾ കോടതി സ്വീകരിച്ചിരുന്ന നിലപാടാണ് പിന്നീട് പ്രതികളെ ഇ.ഡിക്ക് മുന്നിൽ എത്തിക്കുകയും ചെയ്തിരുന്നത്. കോടതി ചൂണ്ടിക്കാട്ടിയത് പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കുകയാണ് വേണ്ടതെന്നുള്ളതാണ്. അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെയും ഉച്ചയ്ക്കുമായിട്ടും രണ്ടുപേരും ഹാജരായിരിക്കുന്നത്. എന്തായാലും ഇന്ന് അറസ്റ്റ് ഉണ്ടാകില്ല എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. പ്രധാനമായും ഈ അന്വേഷണ സംഘവുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇന്ന് ഇരുവരുടെയും മൊഴി വിശദമായി രേഖപ്പെടുത്തും. അതിനുശേഷം ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള കൂടുതൽ തെളിവുകളും വിവരങ്ങളും ശേഖരിക്കാനുള്ള നടപടികളിലേക്ക് അടക്കം. അതിനുശേഷം ഇവരെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇതിനകം തന്നെ ഇ.ഡി. വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിലേക്ക് എത്തിച്ചേർന്നിരുന്നതാണ്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പാണ് ഹൈറിച്ച് തട്ടിപ്പ് എന്നുള്ളതാണ് ഇ.ഡിയുടെ കണ്ടെത്തൽ. ഈ MLM സ്കീമിലേക്കുള്ള മെമ്പർഷിപ്പ് ഫീ ഇനത്തിൽ മാത്രം 1180 കോടിയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഇതിന് പുറമെ തന്നെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് വഴിയും പ്രതികൾ 850 കോടി സമാഹരിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ സർക്കാർ തന്നെ പുറത്തുവിട്ട കണക്കുമുണ്ട്. അതായത് ഈ പ്രതികൾ നിക്ഷേപവുമായി സ്വീകരിച്ചത് 3140 കോടിയാണെന്നാണ് സർക്കാർ പറയുന്നത്. ഏതായാലും അതിന്റെ തുടർച്ചയെന്നോണമാണ്. അതായത് ഈ വിവിധ സ്റ്റേഷനുകൾ, കേരളത്തിൽ തന്നെ വിവിധ സ്റ്റേഷനുകളിലായിട്ട് ഈ പ്രതികൾക്കെതിരെ 19 കേസുകളുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് കൂടിയാണ് ഇ.ഡി. കള്ളപ്പണ ഇടപാട് സംബന്ധിച്ചുള്ള പരിശോധനകളിലേക്ക് കടന്നിരുന്നത്. പ്രധാനമായും ഇ.ഡിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഈ തട്ടിയെടുത്ത പണത്തിന്റെ വലിയൊരു പങ്ക്, അതായത് വലിയൊരു പങ്ക് അത് ഹവാല ഇടപാട് വഴി വിദേശത്തേക്ക് പ്രതികൾ കടത്തിയിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തത വരുത്തുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നേരത്തെ ഇരുവരും ഒളിവിൽ കഴിഞ്ഞതിനാൽ തന്നെ കൃത്യമായ അന്വേഷണം നടത്താൻ ഇ.ഡിക്ക് കഴിഞ്ഞിരുന്നില്ല. ഇരുവരും ഒളിവിൽ കഴിഞ്ഞതും അന്വേഷണത്തോട് സഹകരിക്കാതിരുന്നത് ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നതാണ്. ഏതായാലും രണ്ടുപേരും ഇപ്പോൾ ഇ.ഡിക്ക് മുന്നിലെത്തിയ സാഹചര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് അന്വേഷണ സംഘം ചെയ്തിരിക്കുന്നത്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണ് ഹൈറിച്ച് തട്ടിപ്പ് എന്നുള്ളതായിരുന്നു ഇ.ഡിയുടെ വാദം. ആ കേസിലാണ് ഇപ്പോൾ രണ്ട് പ്രതികളും, ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും ഹാജരായിരിക്കുന്നത്. ഇനി ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്നിട്ടായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. വിവരങ്ങൾ നൽകിയത് എസ് ശരണ.